നേരത്തെ ഫോൺ എടുത്തോണ്ട് നിൽക്കുകയാണ്, എന്തോ അവിടെ നടക്കാൻ പോവാണ്, എനിക്ക് ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഫോൺ പിടിച്ച് നിൽക്കുന്നത്. അബദ്ധത്തിൽ തട്ടാം, നമുക്ക് മാറാം. ഇത് ആ പെൺകുട്ടി അങ്ങോട്ട് ചെല്ലുന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ആണായാലും പെണ്ണായാലും ചെയ്യുന്നത് തെറ്റാണെങ്കിൽ പണി കിട്ടുക തന്നെ വേണം. പ്രത്യേകിച്ച് റീൽ ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ആ കുട്ടി അവിടെ ചെന്നത് ചെയ്തത്. അയാൾ മാറിപ്പോകുന്ന പോലെ നിന്നിട്ടും അടുത്തോട്ട് ചെന്നിട്ട് വീണ്ടും ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് കയറി റീച്ച് ആവുന്നുണ്ട് എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. പക്ഷെ പണി വാളിപ്പോയി. ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ കോടതി എന്ന് പറയുന്നത്. പിന്നെ കിട്ടണം, പിന്നെ ജസ്റ്റിസ് ഫോർ ദീപക്. പെൺകുട്ടി ചെയ്തതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. കാരണം ഞാനും ഒരു പെൺകുട്ടിയാണ്. ഞങ്ങൾ ഇതുപോലത്തെ പല കാര്യങ്ങളും ബസ്സിൽ അനുഭവിക്കുന്നത് കൂടിയാണ്. പക്ഷേ ഈ വീഡിയോ കണ്ടിട്ട് എനിക്കതിൽ ശരിയുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അഥവാ ശരി ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. ലീഗലി മൂവ് ചെയ്യായിരുന്നു, അവിടെ ആൾക്കാരുണ്ട്, പറയാമായിരുന്നു. പക്ഷെ ആ വീഡിയോ കാണുമ്പം മനസ്സിലാവുന്ന കാര്യം, നേരത്തെ ഫോൺ എടുത്തോണ്ട് നിൽക്കുകയാണ്, എന്തോ അവിടെ നടക്കാൻ പോവാണ്, എനിക്ക് ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്ന രീതിയിലാണ് ഫോൺ പിടിച്ച് നിൽക്കുന്നത്. അത് ഭയങ്കര മോശമൊരു കാര്യമാണ്. അല്ല, ഒരു പ്രാവശ്യം മാറാമായിരുന്നു. നമ്മളെല്ലാവരും അങ്ങനെ അബദ്ധത്തിൽ തട്ടാം, നമുക്ക് മാറാം. ഇത് ആ പെൺകുട്ടി അങ്ങോട്ട് ചെല്ലുന്നത് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഒരു പ്രാവശ്യമാണെങ്കിൽ കുഴപ്പമില്ല, ഓക്കെ, ഒന്ന് പോയി, അടുത്ത വന്നു, വീണ്ടും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇത് ആദ്യം ഒരു കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ്. അതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. വളരെ സങ്കടമാണ് തോന്നിയത്. കാരണം ഇപ്പോൾ നമ്മുടെ വീട്ടിൽ അച്ഛനോ അനിയനോ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നമുക്കുണ്ടാകുന്ന വിഷമം അതേ വിഷമം തന്നെയായിരിക്കും അയാളുടെ വീട്ടിലുള്ള അമ്മയ്ക്കും ഇനിയിപ്പോൾ സഹോദരിമാർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്കും നേരിടുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ചിലപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയായിരിക്കും അയാൾ സൂയിസൈഡ് ചെയ്യാനും മനസ്സ് അത്രത്തോളം വേദനിച്ചിട്ടായിരിക്കും അയാളും സൂയിസൈഡ് ചെയ്തത്. വീഡിയോ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവും ആ പെൺകുട്ടി ആദ്യമേ വേറൊരു ആംഗിളിൽ എടുത്തു. അപ്പോൾ അതിനകത്തൊന്നും കാണുന്നില്ല. പിന്നീട് അത് വീണ്ടും അടുത്ത് ചെന്നിട്ട് ആ കുട്ടി തന്നെ അടുത്തോട്ട് ചെന്നിട്ട് വീണ്ടും ആംഗിളിൽ എടുക്കുകയാണ്. വേണമെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്ന് മാറാം. ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് അവിടെ നിന്ന് മാറായിരുന്നു. പക്ഷെ അത് ചെയ്തില്ല. അതെ, അത് പ്രത്യേകിച്ച് റീൽ ഉണ്ടാക്കണം, കണ്ടന്റ് ഉണ്ടാക്കണം എന്നുള്ള ഉദ്ദേശത്തോട് മാത്രമാണ് ആ കുട്ടി അവിടെ ചെന്നത് ചെയ്തത്. വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ്. കാരണം എന്ന് വെച്ചാൽ ഒരാളുടെ ജീവൻ വെച്ചിട്ടാണ് ഈ പറയുന്ന കണക്ക് ആ പറയുന്ന ഷിംജിത അങ്ങനെ എന്തോ ഇല്ല കുട്ടിയുടെ പേര്. അപ്പോൾ അവൾ നല്ല മോശമായിട്ടുള്ളൊരു പ്രവൃത്തിയാണ് കാണിച്ചത്. നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഇമോഷൻസ് മനസ്സിലാക്കിയിട്ട് വേണം നിൽക്കണം. സപ്പോസ് ഇപ്പം അങ്ങനെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ കൂടിയും അതിന് പ്രതികരിക്കാം, വിഷ്വൽസ് എടുക്കാം. അതിന് ബസ്സിൽ വെച്ച് തന്നെ പ്രതികരിക്കണമായിരുന്നു. ഇനിയിപ്പോൾ അവിടെ വെച്ചിട്ട് അവർക്ക് തെളിവിന് വേണ്ടിയിട്ടാണ് അത് എടുത്തെങ്കിൽ തന്നെ ആ വീഡിയോ എടുത്തതിന് ശേഷം കണ്ടക്ടറിനെ ആയാലും ആ പറയുന്ന പോലീസിനെ ആയാലും നമുക്ക് ലീഗലി അതിന് മൂവ് ചെയ്യാമല്ലോ. ഇൻസ്റ്റാഗ്രാം അല്ലല്ലോ കോടതി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ തന്നെ വീഡിയോ എടുക്കാം. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് വീഡിയോ എടുക്കുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ അത് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലോ ബാക്കി റീച്ചിന് വേണ്ടിയിട്ടോ ആവരുത്. പോയപ്പോൾ അമ്മയ്ക്കും മകനും അല്ലെങ്കിൽ അമ്മയ്ക്കും അച്ഛനുമാണ് പോയത്. അവരുടെ കരച്ചിൽ നമ്മൾ നന്നായിട്ട് കണ്ടതാണ്. ഇനി അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് വരികയാണെങ്കിൽ ബസ്സിൽ വെച്ച് അത് ചൂഷണം ചെയ്യപ്പെടുമ്പം നമുക്ക് അതിനെതിരായിട്ട് പ്രവർത്തിക്കാനായിട്ട് പറ്റത്തില്ല. അതാണ് അവിടെ നടക്കുന്ന ഏറ്റവും വലിയ പറ്റത്തില്ല. നമുക്ക് പറ്റത്തില്ല. അവർ പറയും റീച്ചിന് വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയാണ്. നമ്മൾ ആ ഒരു രീതിയിൽ കണ്ടു തുടങ്ങി. ഇപ്പം തന്നെ ഇനിയിപ്പം ബസ്സിൽ കയറി ഇനി ആരെങ്കിലും നമ്മൾ കയറി മുട്ടിയാലും ആ ഒരു ഭാവത്തോടുകൂടി മുട്ടിയാലും നമുക്കിനി ഒന്നും പറയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അഭിപ്രായം, ഞാൻ ചേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആരാണ്. എൻ്റെ അഭിപ്രായത്തിൽ അത്രത്തോളം ആ ഒരു സംസാരം, കാര്യം സത്യാവസ്ഥ ഫസ്റ്റ് റിയാക്ട് ചെയ്യുകയായിരുന്നു വേണ്ടത്. അതിനുശേഷം അതിൻ്റെ ബാക്കിയായിട്ട് വീഡിയോയോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. സത്യസന്ധമായിട്ട് ചെയ്യുന്നവരെയും കൂടെ ഇനിയിപ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ പോകാൻ സാധ്യതയുണ്ട്. ആ വീഡിയോയിൽ കുറച്ച് നമ്മൾക്ക് കാണാൻ കഴിയുന്നുണ്ട് അതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന്. അതുകൊണ്ടാണ് ഇല്ലാത്ത സ്ഥിതിക്കാണ്. മറ്റൊരു രീതിയിലാണെങ്കിൽ ഇത് പോയിരുന്നെങ്കിൽ നമുക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. ജീവൻ നഷ്ടപ്പെട്ട് എനിക്ക് ശരിക്കും പറഞ്ഞ സങ്കടമുണ്ട്. അതിനോടൊപ്പം എന്തോ വല്ലാത്തൊരു ഫീലിംഗ് ആണ്. അത് പറഞ്ഞറിയിക്കാൻ എനിക്ക് അറിയത്തില്ല. ഒറ്റ മോനാന്ന് പറയുന്ന ചിലപ്പോൾ ആ ഒരു കുടുംബത്തിന്റെ ഒരേ ഒരു അത്താണിയാകാം ആ മനുഷ്യൻ. പേടിയായി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ടാമത് അതിനെ മാറിപ്പോകാൻ ശ്രമിക്കാം, ഇല്ലെങ്കിൽ പ്രതികരിക്കാൻ ശ്രമിക്കാം. ഇതൊന്നും ചെയ്യാതെ അതൊരു വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് അതൊരു ഒരു കണ്ടന്റ് ആക്കി മാറ്റുന്നതിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ അതൊരു ശരിയായിട്ടുള്ള ഒരു പ്രവണതയല്ല. പക്ഷെ ഈ വീഡിയോയിൽ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്തതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ പല മൂവീസിൻ്റെ ഇതുണ്ട്. ഇപ്പോൾ വികൃതിയിലും ഇതുപോലെ ഉണ്ടായിരുന്നു. നമുക്ക് കാലത്തിന് മുമ്പേ സഞ്ചരിച്ച സിനിമ പോലെ പ്രിൻസ് ആൻഡ് ഫാമിലി, വികൃതി, അങ്ങനെ പല സിനിമകളിൽ ഇതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. ഇപ്പം റിയാലിറ്റിയിൽ അതുപോലെ വരുന്നത് പോലുണ്ട്.